ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് 2022 ബിസിനസ് റിസർച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ 2 മണിക്കൂർ എക്സാമാണ്. അതേപോലെ തന്നെ 60 മാർക്കിനാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുമ്പോൾ 12 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ് കിട്ടുക. പക്ഷേ മാക്സിമം നിങ്ങൾക്ക് ആ ഒരു സെക്ഷനിൽ നിന്ന് കിട്ടുന്നത് 20 മാർക്കായിരിക്കും അതിൻ്റെ സീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. വാട്ട് ഈസ് ഡിഡക്ഷൻ അപ്രോച്ച് ഇൻ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഡക്ഷൻ അപ്രോച്ച് എന്താണെന്നുള്ള കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്താണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി കാണുന്ന ഒരാളെ സംബന്ധിച്ചോളം അത് പഠിച്ചു വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. ഏറ്റവും കൂടുതൽ ജനറലൈസ് ചെയ്തിട്ട് അതിനെ നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് സ്പെസിഫിക്കിലേക്ക് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഡിഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പോർഷൻസ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും മുന്നത്തെ വീഡിയോ കണ്ടവർ തീർച്ചയായിട്ടും അവിടെ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് ആ ക്വസ്റ്റ്യൻസ് വീണ്ടും ഒന്ന് പഠിച്ച് വെക്കുക. വാട്ട് ഈസ് പൈലറ്റ് സ്റ്റഡി ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്ക് തന്നെയാണ്. എന്താണ് പൈലറ്റ് സ്റ്റഡി? അതായത് ഒരു മാസമായിട്ട് നമ്മൾ റിസർച്ചിലേക്ക് ഇറങ്ങുന്ന മുന്നേ തന്നെ അതിനെ നമ്മൾ വളരെ സ്പെസിഫിക് ആയി കുറച്ച് ആളുകളിൽ മാത്രം അതിൻ്റെ ആ ഒരു റിസർച്ചിൻ്റെ കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകളിൽ മാത്രം ഒരു പ്രൈമറി ആയിട്ടുള്ളൊരു സർവേ കണ്ടക്ട് ചെയ്യുന്നതാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റഡീസ് നമ്മൾ കണ്ടക്ട് ചെയ്യുക, അതിൻ്റെ ഫീസിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നൊക്കെ. അതായത് വൻതോതിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഒരു ചെറിയ ലെവൽ നമ്മളവിടെ ആദ്യം ചെയ്ത് നോക്കുക. അതാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനും ഓൾറെഡി റിപ്പീറ്റഡ് ആണ്. എന്താണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. നാലാമത്തേൽ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. വാട്ട് ഈസ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളതെന്ന് പറയുന്നത് ഇൻ്റർവ്യൂ എന്താണ്, അതേപോലെ തന്നെ ഷെഡ്യൂളിങ്. ജസ്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഓരോ ആളുകളെയും നമ്മൾ ഓരോരുത്തരായിട്ട് അവരുടെ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യലാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ദ പേഴ്സൺ ഹു ഈസ് ഇൻ്റർവ്യൂവിങ് ഈസ് കോൾഡ് ഇൻ്റർവ്യൂവർ. ആരാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതിനെ ഇൻ്റർവ്യൂവർ എന്ന് പറയുന്നു. ആരാണോ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് അവരെ ഇൻ്റർവ്യൂയി അല്ലെങ്കിൽ റെസ്പോണ്ടൻ്റ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവർ ആണ്. ആരിൽ നിന്നാണോ നമുക്ക് വിവരങ്ങൾ അറിയേണ്ടത് അവർ റെസ്പോണ്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഇൻഫോർമൻ്റ് ആണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂയി ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താ ഇൻ്റർവ്യൂവിൽ നമ്മൾ ചെയ്യുന്നത്? പ്രധാനമായിട്ടും ആ റെസ്പോണ്ടൻറ്റിൻ്റെ ആ കാര്യത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഫാക്റ്റിനെ കുറിച്ചുള്ള അവരുടെ അറിവുകൾ, അതിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒപ്പീനിയൻ, ഇൻറ്റൻഷൻ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. സോ അതൊരു ഇൻട്രാക്ഷണൽ പ്രോസസ്സ് കൂടിയാണ്. അപ്പോൾ ഈ റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ വളരെയധികം ആവശ്യമാണെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാം. അതിനുള്ള ഒരു മെത്തേഡാണ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എന്തിനാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്? അതിൽ ഒരു ക്വസ്റ്റനെയർ തന്നെ, ഷെഡ്യൂൾ അല്ലെങ്കിൽ ക്വസ്റ്റനെയർ അതൊരു ഡിവൈസ് തന്നെയാണ്. അവിടെയും ഡാറ്റ കളക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ, പ്രൈമറി ഡാറ്റ കളക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഒരു വലിയൊരു എൻക്വയറി ഒക്കെ ആണെച്ചാൽ ഇത് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. മെയിനായിട്ട് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും റിസർച്ച് വർക്കേഴ്സും ഗവൺമെൻറ് ഓർഗനൈസേഷനും പബ്ലിക് സെക്ടറൊക്കെയാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റനെയർ നമുക്ക് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് ഫില്ല് ചെയ്ത് വാങ്ങിക്കാം. പക്ഷേ ഷെഡ്യൂൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് അത് എഴുതുന്നതെല്ലാം. അതാണ് ഒരു ഷെഡ്യൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് വരുന്നതിൽ ഒന്നാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഓരോ ക്ലസ്റ്ററുകളായിട്ട് തരംതിരിക്കുക എന്നുള്ളതാണ് അവിടെ നമുക്ക് നോക്കാനുള്ള കാര്യം. അതായത് നമുക്ക് എന്താണോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണത്, ഇതും ഓൾറെഡി നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്നതിന് പറയും, അല്ലെങ്കിൽ ഇതിൻ്റെ മോഡിഫിക്കേഷൻ ഈ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മോഡിഫിക്കേഷനാണ്. അതിൽ സിമ്പിൾ റാദർ ദാൻ 100% സാമ്പിൾ ഓഫ് ദ ഹോൾ ക്ലസ്റ്റർ ഈസ് യൂസ്ഡ് അറ്റ് ദ സെക്കൻഡ് സ്റ്റേജ്. ഈ ടൈപ്പ് സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു നാഷണൽ സർവേ മോഡലിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ക്ലസ്റ്ററുകളായിട്ട് തരംതിരിച്ച് നമ്മൾ ഇൻഫർമേഷൻസ് ഓരോ യൂണിറ്റുകളായിട്ട്, അതായത് ഇവിടെ പ്രധാനമായിട്ടും ഇനീഷ്യൽ ക്ലസ്റ്റേഴ്സിനെയാണ് പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ് എന്നൊക്കെ പറയും. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പം റാൻഡം സാമ്പിൾ സെറ്റപ്പ് വിതിൻ ദ സെലക്റ്റഡ് PSU എന്ന് പറയുന്നത് പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് റാൻഡം സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസിക് റിസർച്ച് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്.
അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് നമ്മൾ പറയുന്ന സമയത്ത് അവിടെ വരുന്നതാണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. ബേസിക് റിസർച്ചിൻ്റെ വേറൊരു പേരാണ് ഫണ്ടമെൻ്റൽ റിസർച്ച്, അതല്ലെങ്കിൽ പ്യുവർ റിസർച്ച് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെയിനായിട്ട് ജനറലൈസ് ചെയ്യണം വിത്ത് ദ ഫോമുലേഷൻ ഓഫ് എ തിയറി. ഒരു തിയറി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയൊക്കെ ജനറലൈസ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം, ഈ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു എയിം എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടുന്ന അറിവിനെ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കുക, അതിനുവേണ്ടി കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് അറിയുക, അല്ലെങ്കിൽ സെർച്ച് ഫോർ ബ്രോഡ് പ്രിൻസിപ്പിൾസ്. നമ്മൾ ഒരു വൈഡൻ പ്രിൻസിപ്പിളിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുക, സിന്തസൈസ് ചെയ്യുക, അത് ഇമ്മീഡിയറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഒരിക്കലും നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചല്ല. ജനറലി ഇതൊരു ഇൻ്റലക്ച്വൽ എക്സ്പ്ലോറേഷൻ കൂടിയാണ്. നമുക്കൊരു കാര്യത്തിനെക്കുറിച്ച് അറിയാനൊരു ആഗ്രഹം വരുമ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഒരു ത്വര അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയാണ് ഇതിൻ്റെ പിന്നിൽ ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്നുള്ളതാണ് പറയുന്നത്. ഇതൊരിക്കലും ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന റിസർച്ച് അല്ല. ഇത് മെയിനായിട്ട് ഒരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്യാനോ, നിലവിലൊരു തിയറി ഉണ്ട് അതിനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു തിയറി ഡിസ്കവർ ചെയ്യണം, അതിനൊക്കെ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു റിസർച്ചാണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന വീണ്ടും അഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സാമ്പിളിംഗ് എറർ എന്താണെന്നുള്ളത്. നമ്മളെടുക്കുന്ന സാമ്പിൾ സൈസിൻ്റെ ബേസിസിൽ നമുക്ക് ചിലപ്പോൾ എറേഴ്സ് വരാം. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് യുവർ ഐഡിയ എബൌട്ട് ഹൈപ്പോത്തസിസ്? ഓൾറെഡി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഹൈപ്പോത്തസിസ് എന്നുള്ളത്? ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യണം മുന്നേ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്ന ചില അസംഷൻസിനെയാണ്, അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിസർച്ച് സ്റ്റാർട്ട് ചെയ്ത എൻഡ് ചെയ്യുമ്പോഴാണ് നമുക്കറിയാം നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച ഹൈപ്പോത്തസിസിലേക്ക് തന്നെയാണോ എത്തിയത്, അല്ല അവിടെ ചേഞ്ചസ് വന്നോ എന്നുള്ളതൊക്കെ നമ്മളവിടെ നോക്കുന്നത്. 9ാമത്തേൽ പ്രൈമറി ഡാറ്റ എന്താണെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ്. ഓരോ വിവരവും നമ്മൾ തന്നെ പോയി നേരിട്ട് ശേഖരിക്കുകയാണെങ്കിൽ അതിനെ തന്നെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് എന്താണ് റിസർച്ച് പ്രോബ്ലം എന്നുള്ളത്. കാരണം ഏതൊരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ആദ്യം നമ്മൾ എന്താ വേണ്ടത്? ഐഡൻറ്റിഫൈ ദ ആക്ച്വൽ പ്രോബ്ലം. എന്താണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ പ്രോബ്ലം, അതെന്താണെന്ന് നമ്മൾ തിരിച്ച് അറിയുമ്പോൾ മാത്രമാണ് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലേക്ക് നമ്മൾ പഠിക്കാനായിട്ട് ഒരുങ്ങുന്നത്. സോ അത് ഫസ്റ്റ് പറയുന്നത് ആ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ തന്നെയാണ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ അഗെയിൻ വേരിയബിൾ എന്താണെന്നുള്ളതാണ്. ഇതൊക്കെ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു പാരാമീറ്റർ, അതിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അതെപ്പോഴും എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. പിന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് നോമിനൽ സ്കെയിൽ ആയിരുന്നു. ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് റേഷ്യോ സ്കെയിലാണ്. അപ്പോൾ ആ സ്കെയിൽ എന്തായാലും പഠിച്ചോളൂ. 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് നിർബന്ധമായിട്ടും പഠിച്ചോളാം. അപ്പോൾ ഇതിൽ ഇത്രയാണ് പേജ് നമ്പർ 136 വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോ സ്കെയിൽ എന്നുള്ളതിൽ റേഷ്യോ സ്കെയിലാണ് ഏറ്റവും ഹയസ്റ്റ് മെഷർമെൻറ്റ് സ്കെയിൽ എന്നറിയപ്പെടുന്നത്. എല്ലാ തരത്തിലുള്ള അരിത്തമെറ്റിക്കലായിട്ടുള്ള ഓപ്പറേഷൻസും നമുക്ക് വളരെ മീനിങ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് റേഷ്യോ സ്കെയിലാണ്. ദാറ്റ് ഈസ് അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ നോക്കണം. ടൺ ഓഫ് വെയിറ്റ്, നമ്പർ ഓഫ് പീപ്പിൾ, അതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. റേഷ്യോ സ്കെയിൽ മെഷർമെൻറ്റ്സ് ആണ്. 0 ഹാസ് റിയൽ മീനിങ് ഇൻ റേഷ്യോ ലെവൽ മെഷേഴ്സ്. ഇതൊക്കെ ഈ ഒരു റേഷ്യോ ലെവൽ യൂസ് ചെയ്യുമ്പോൾ അവിടെ 0ന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഒരിക്കലും അത് 0നേക്കാൾ താഴേക്ക് നമുക്ക് എത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇതിൽ മെയിനായിട്ട് ആക്ച്വൽ എമൗണ്ട് ഓഫ് വേരിയബിൾസിനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇൻ്റർവെൽ സ്കെയിൽ ടുഗെദർ വിത്ത് എ ഫിക്സഡ് ഒറിജിൻ ഓഫ് 0 പോയിൻ്റ് തന്നെയാണ് ഈ സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. റേഷ്യോ സ്കെയിൽ എന്താണ്. അപ്പോൾ എന്തായാലും ആ സ്കെയിലിംഗ് മെഷർമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിൽ ചോദിക്കാം വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് റിസർച്ച്. വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എത്ര തരത്തിൽ റിസർച്ച് ഉണ്ട് എന്നുള്ളത്. 14ാമത്തെ ക്വസ്റ്റ്യനിൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്താണ്, എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നോക്കുമ്പോൾ ഒരുപാട് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. 15ാമത്തെ ക്വസ്റ്റ്യൻ എഗെയിൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി. ഇതേ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച്. റിസർച്ച് എന്താണ്, റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ്.
വാട്ട് ഡു യു മീൻ ബൈ അനാലിസിസ് ഓഫ് ഡാറ്റ? എന്താണ് ഡാറ്റ അനാലിസിസ്? അതിന് ഡിഫറെൻറ്റ് ടൈപ്സ്. അതേപോലെ തന്നെ ലിറ്ററേച്ചർ റിവ്യൂ കളക്ട് ചെയ്യാൻ ആവശ്യകത എന്താണ്? എന്തിനാണ് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നത്? നമ്മളൊരു റിസർച്ചിൻ്റെ ആ പ്രോസസ്സ് നോക്കിയാൽ തന്നെ അറിയും. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു റിസർച്ച് ടോപ്പിക്കിനെ കുറിച്ച് നമ്മുടെ മുന്നേ എത്ര പേര് ചെയ്തിട്ടുണ്ട്, എന്താണ് അവർ കണ്ടെത്തിയത്, അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഈ ഒരു റിസർച്ചിന് ആവശ്യമുള്ളതുണ്ടോ, അതൊക്കെ നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്? റിസർച്ച് റിപ്പോർട്ട് എന്താണെന്ന് പഠിക്കുക. ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ സ്റ്റേജസ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടോപ്പിക്ക്. അപ്പോൾ റിസർച്ച് റിപ്പോർട്ടിൻ്റെ പ്രാധാന്യം നമുക്ക് അറിയാമല്ലോ കൃത്യമായിട്ടും. എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞല്ലോ. ഏറ്റവും ആ ലാസ്റ്റ് ചാപ്റ്ററിലാണ് അത് വരുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 4 ഇതെല്ലാം ഈ പറഞ്ഞ ഇപ്പോൾ ഇവിടെ വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. റിപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയാണല്ലോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. പ്രോബ്ലം നമ്മൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്തു, എന്ത് ഫാക്റ്റ് കണ്ടെത്തി, എന്താണ് നമ്മൾ കൺക്ലൂഷനിലേക്ക് വന്ന അവ തമ്മിൽ ഇൻ്റർ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതും, അതേപോലെ റിസർച്ച് ചെയ്ത ആൾക്ക് അയാളുടെ ആ റിസർച്ച് എഫേർട്ട് എത്രത്തോളം സക്സസ് ആയി ഇവാലുവേറ്റ് ചെയ്യാനും റിസർച്ച് റിപ്പോർട്ടിലൂടെയാണ് ആ റിസർച്ചറുടെ ഒരു എബിലിറ്റി നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് പോളിസി എടുക്കേണ്ട ആളുകൾ, പോളിസി മേക്കേഴ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെ, ഡിസിഷൻസ് എടുക്കേണ്ട ആളുകളും പുതിയ നയങ്ങൾ രൂപീകരിക്കേണ്ട ആളുകൾക്കൊക്കെ ഇത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത്രയും സെക്കൻഡ് സെക്ഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താ റിപ്പീറ്റ് ചെയ്തതായിട്ട് കാണപ്പെടുന്നുണ്ട്. 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ്. ഇവിടെ കുറച്ച് ടേംസുകൾ തന്നിട്ടുണ്ട്. എന്താണ് സാമ്പിൾ ഡിസൈൻ? കഴിഞ്ഞ പ്രാവശ്യം 21ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന മൊത്തം റിസർച്ച് റിപ്പോർട്ടിൽ സൈറ്റേഷൻ എന്താണ്, റെഫറൻസ് എന്താ, ബിബ്ലിയോഗ്രഫി അങ്ങനെയൊക്കെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതേപോലെ സാമ്പിൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. ഇതെല്ലാം ഡിഫറെൻ്റ് ആയ പേജസിൽ ഒന്നിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫോം എന്ന് പറയാനില്ല. അപ്പോൾ അതിൽ ഓരോ ഫോമുകൾ അവിടെ ചോദിച്ചിട്ടുണ്ട്. സാമ്പിൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു റിസർച്ചിന് അല്ലെങ്കിൽ കറക്റ്റ് ഏതാണോ തന്നിരിക്കുന്ന പോപ്പുലേഷൻ അതിൽ നിന്ന് എത്ര സാമ്പിൾസ് ഒബ്റ്റെയിൻ ചെയ്യണമെന്ന് നമ്മളൊരു ഡെഫിനറ്റ് പ്ലാൻ ഉണ്ടായിരിക്കും. അതിനെയാണ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിനെ ഒരു ടെക്നിക്കായിട്ടോ പ്രൊസീജിയറായിട്ടോ റിസർച്ചർക്ക് എന്ത് ചെയ്യാം, അതിനെ ബേസ് ചെയ്തുകൊണ്ട് സാമ്പിൾസിനെ സെലക്ട് ചെയ്യാവുന്നതാണെന്നാണ് പറയുന്നത്. റിസർച്ച് ഡിസൈനിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് തന്നെയാണ് ഈ സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് കേസ് സ്റ്റഡി എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ആരൊക്കെ എന്തൊക്കെ എടുത്തിട്ടുണ്ട്, എത്രത്തോളം അവർ പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണ്, അവരെങ്ങനെയാണ് ആ ഒരു ടോപ്പിക്ക് വന്നപ്പോൾ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തിയത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ SPSS പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ് റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് പറയുക അവിടെ. അതേപോലെ തന്നെ ബിബ്ലിയോഗ്രഫി എന്താണെന്നുള്ളത്, കാരണം നമ്മൾ ചെയ്യുന്ന റിസർച്ച് പ്രോസസ്സിൽ എവിടെയൊക്കെയാണ് നമ്മൾ ആരുടെയൊക്കെ ഒരു ഹെൽപ്പ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് ബിബ്ലിയോഗ്രഫിയിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ. ആൻഡ് ലാസ്റ്റ് എസ്സേ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റൈറ്റിംഗ് എ ഗുഡ് റിസർച്ച് റിപ്പോർട്ട്. നല്ലൊരു റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്റ്റേജസ് അതിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ റിസർച്ച് റിപ്പോർട്ട് എന്തായാലും നന്നായി പഠിക്കുക. അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, എത്ര ടൈപ്സ് ഉണ്ട് എന്നുള്ളത്, നല്ലൊരു റിപ്പോർട്ടിൻ്റെ ക്വാളിറ്റി, അതേപോലെ തന്നെ ഫോർമാറ്റ്, റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ്. ഇവിടെ ചോദിച്ചെങ്കിൽ എത്ര സ്റ്റെപ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഫോർമാറ്റിൻ്റെയാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രിലിമിനറീസ് ഫസ്റ്റ് നമുക്ക് അതിൻ്റെ സ്റ്റെപ്സ് പറയാനുള്ളത് എന്താണ്, അവിടെ പ്രധാനമായിട്ടും ടൈറ്റിൽ പേജ് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് നമ്മുടെ ആ ഒരു ടോപ്പിക്ക്, പിന്നെ ലെറ്റർ ഓഫ് ട്രാൻസ്മിറ്റൽ, അതായത് പ്രിലിമിനറി ചെയ്യേണ്ട കാര്യം അക്നോളജ്മെൻറ്റ്, ലെറ്റർ ഓഫ് ഓതൻറ്റിക്കേഷൻ, ടേബിൾ ഓഫ് കണ്ടൻറ്റ്, ലിസ്റ്റ് ഓഫ് ടേബിൾ, ലിസ്റ്റ് ഓഫ് ഫിഗർ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻസ്. രണ്ടാമത്തതാണ്, അതായത് ഒരു റിസർച്ച് പ്രോസസ്സ് പറയാൻ 3 ഘട്ടങ്ങളായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ആദ്യം പ്രിലിമിനറി, അതിലാണ് 7 പോയിൻറ്റ്. രണ്ടാമത്തത് ദ ടെക്സ്റ്റ്, എന്താണ് കറക്റ്റായിട്ട് നമ്മുടെ റിസർച്ച്, അതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത കാര്യത്തിന് ഒരു അബ്സ്ട്രാക്റ്റ് അവിടെ കൊടുക്കുക, ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ടോപ്പിക്കിന്, ആ റിസർച്ച് നമ്മൾ എങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ടതിൻ്റെ പ്രൊസീജിയർ കൊടുക്കുക.
അതിൻ്റെ റിസൾട്ട് എന്താണ് കണ്ടെത്തിയത്, എന്നിട്ട് ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ലാസ്റ്റ് അത് കൺക്ലൂഡ് ചെയ്യുക, അതിന് സമ്മറി കൊടുക്കുക. മൂന്നാമത്തെ ഒരു സെക്ഷനാണ് റെഫറൻസ് മെറ്റീരിയൽ. നമ്മൾ ഈ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ എന്തൊക്കെ യൂസ് ചെയ്തു, ബിബ്ലിയോഗ്രഫി ആൻഡ് അപ്പൻഡിക്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അവിടെ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു സ്റ്റേജസ് എന്ന് പറയുന്നത്. അതുപോലെ കണ്ടൻസ് എന്താണെന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. റിപ്പോർട്ട് റൈറ്റിംഗ് സ്റ്റേജസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ സ്റ്റെപ്സും സ്റ്റേജസും ഒക്കെ ഉണ്ട്. സ്റ്റേജസിൽ പറയുകയാണെങ്കിൽ സ്റ്റേജായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ആ റിപ്പോർട്ട് ബ്രീഫായിട്ട് മനസ്സിലാക്കുക, അതിന് വേണ്ട ഡാറ്റകളൊക്കെ കളക്ട് ചെയ്യുക, ഒരു ഓവറോൾ റിപ്പോർട്ട് ഫോർമാറ്റ് കൊണ്ടുവരിക, പിന്നെ ആ ഒരു ടൈറ്റിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഫൈനൽ ടൈറ്റിൽ വരിക, പിന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഔട്ട്ലൈൻ കൊടുക്കുക, ആ ഒരു റിപ്പോർട്ട് സ്റ്റെപ്പിനെ ഡ്രാഫ്റ്റ് ചെയ്യാം. ആ ഡ്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, സെക്കൻഡ് ഡ്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് തേർഡ് ഡ്രാഫ്റ്റ് അങ്ങനെ വരും. പിന്നെ ആ ഫൈനൽ ഡ്രാഫ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്യാം 6ാമത്തെ സ്റ്റേജിൽ. 7ാമത്തത് അത്ര എഡിറ്റ് ചെയ്തെല്ലാം കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് ചെയ്യാം. ഡോക്യുമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൈറ്റേഷൻ കൊടുക്കുക, പിന്നെ റെഫറൻസ് വയ്ക്കുക. നമ്മൾ എവിടേക്കാണ് നമ്മളിത് യൂസ് ചെയ്തത്. ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്ന ലിസ്റ്റ് ഓഫ് സോഴ്സസ്, നമുക്ക് ആ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ട ഇൻഫോർമേഷൻസ് എവിടെ നിന്നൊക്കെ കിട്ടി എന്നതിൻ്റെ ഒരു ലിസ്റ്റ്, അതിനെയാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. അത് എപ്പോഴും വെക്കുന്നത് ആ റിപ്പോർട്ടിൻ്റെ ഏറ്റവും എൻഡിലായിരിക്കും, ലാസ്റ്റ് പേജിലായിരിക്കും ഉണ്ടായിരിക്കുക. ബിബ്ലിയോഗ്രഫി ഒക്കെ കൊടുക്കുക. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു അവസാനം ലാസ്റ്റാണ് നമ്മൾ ഏത് സ്റ്റേജിലേക്ക് പോകുന്നത്, പബ്ലിഷിങ് ദ റിപ്പോർട്ട്. അത്രയും ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് നമ്മളവിടെ ഫൈനലൈസ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുന്നു. ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു സ്റ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ടും ഈ 2022 ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് നമുക്കിവിടെ പറയാനുണ്ടായിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഷോർട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഏതൊക്കെ ചാപ്റ്ററിൽ എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത്. 21-ലും 22-ലും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി 23-ലെയും കൂടി ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്